ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞെട്ടാൻ തയ്യാറാണെങ്കിൽ ഇരുന്ന് കണ്ടോളൂ ഈ വീഡിയോ. നിങ്ങൾ കണ്ടില്ലേ, ക്വസ്റ്റ്യൻ പാറ്റേൺ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ ടൈം മാനേജ് ചെയ്തില്ലെങ്കിൽ ശരിക്കും കൊടുക്കും. നിങ്ങൾ ശരിക്കും കൊടുക്കും എന്ന് പറഞ്ഞാൽ കിഡിലും കൊടുക്കും. നോയിക്കോളും കേട്ടോ. എഡങ്ങാറാവും, ബുദ്ധിമുട്ടാവും, നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. നോയിക്കോളുണ്ടോ. അത്രയും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങളെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ഈ സയൻസ് എടുത്ത കുട്ടികൾക്കൊക്കെ ശരിക്കും MBയിൽ 80 കിട്ടാത്തതിൻ്റെ റീസൺ എന്താണെന്നറിയോ? നിങ്ങൾ ടൈം മാനേജ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്തായിട്ടാണ്. എങ്ങനെ സാറേ ടൈം മാനേജ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നിങ്ങളൊരു കാര്യം പറയട്ടോ, നിങ്ങൾക്ക് വാച്ച് നിർബന്ധമാണ്. വാച്ച് ഇല്ലാണ്ട് എക്സാം ഹാളിൽ പോയാൽ തന്നെ മൂഞ്ചി അഡപടലം പെട്ടു. ഇനി നോക്കിക്കോളൂ, നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. നമ്മളെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ് ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത്. ഈ 15 മിനിറ്റ് നമ്മൾ പിടിച്ച് കുലിക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ, എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ടോട്ടൽ നമുക്ക് 2.5 മണിക്കൂറാണ് പരീക്ഷ. ഈ 15 കൂടാണ്ട് കേട്ടോ, 2.5 മണിക്കൂറിൽ 1 മുതൽ 8 വരെ 5 പാർട്ടായിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. 5 പാർട്ട്. എങ്ങനെ ആൻസർ ചെയ്തതെന്ന് വരെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 1 മുതൽ 8 വരെ ചോദ്യം 15 മിനിറ്റിന് നമ്മൾ തീർക്കണം. 8 മാർക്കാണ്. ഇവിടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. 9 മുതൽ 12 വരെ ഉള്ളത് 15 മിനിറ്റിനുള്ളിൽ നമ്മൾ തീർക്കണം. 6 മാർക്ക് അവിടെ കിട്ടും. 13 മുതൽ 20 വരെ ഉള്ളത് 35 മിനിറ്റ് ആണ്, 20 മാർക്ക് കിട്ടും. 21 മുതൽ 28 മിനിറ്റ് 50 മിനിറ്റ് സമയം ചെയ്യണം, 30 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ 29 മുതൽ 31 വരെ നമുക്ക് 25 മിനിറ്റിനുള്ളിൽ തീർക്കണം, 16 മാർക്ക്. ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 80 മാർക്കിലേക്ക് അത് വരും. ടോട്ടൽ 10 മിനിറ്റ് എക്സ്ട്രാ വരും. സാർ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. 1 മുതൽ 8 വരെ മക്കളെ 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമുക്ക് 8 ക്വസ്റ്റ്യൻ, 1 മാർക്ക് വെച്ചുള്ള 8 ക്വസ്റ്റ്യൻ. ഇതുവരെ ഫോളോ ചെയ്ത സിസ്റ്റാണ് നിങ്ങളെ മോഡൽ എക്സാം ഇല്ലേ, അതിലുള്ള സെയിം സിസ്റ്റാണ് നോക്കിക്കൊണ്ടു. 8 മാർക്ക് അതിനുണ്ടാവും. നിങ്ങൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം. 100ൽ 100 മാർക്ക് അല്ലെങ്കിൽ MBയിൽ 80 കിട്ടാൻ ആഗ്രഹിക്കുന്ന കുട്ടീനെ സംബന്ധിച്ച് ഇതിന് പാരഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇപ്പൊ മോഡലിൽ ഓരോ ലൈൻ തന്നാണ്ട് എഴുതാനല്ലേ പറഞ്ഞിരുന്നത്? ആരാണ് അതിൽ ഐ റെഫർ ചെയ്തത്, ഹൂ എന്ന് പറയുന്ന ചോദ്യങ്ങളല്ലേ? അങ്ങനെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അല്ലെങ്കിൽ പോയത്തുനിന്ന് അല്ലെ, ആ പോയത്തിനുള്ള ആളാരാൻ ചോദിച്ചിട്ടാണ് ചോദ്യം ഉണ്ടാവും. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒരു ഓപ്ഷനും ഇല്ല, നോ അതർ ഓപ്ഷൻ. ഈ 8 എണ്ണം എഴുതൽ നിർബന്ധമാണ്. അത് നിങ്ങളൊരു കുട്ടി ഒന്ന് തെറ്റിച്ചെന്ന് കൂട്ടിക്കോ, ഓൻ പെട്ട് ഓന്റെ മാർക്ക് 79 മാറി. വേറൊരു ഓപ്ഷൻ അതിലില്ല. ക്ലിയർ നോക്കൂ. നിങ്ങളുടെ സമയം നമ്മൾ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ പാർട്ട് 1 പറയുന്ന സെഷൻ എഴുതി തീർന്നേ പറ്റൂ. അങ്ങനെ പാർട്ട് 1 നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ആ പാർട്ട് 1 എന്ന് പറഞ്ഞ സാധനമല്ലേ, ആ പാർട്ട് 1 നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാർട്ട് 1 എടുത്തു നോക്കേണ്ട ഗതിക്ക് വരരുത് എന്ന് നമ്മൾ ആ പാർട്ട് 1 ഒന്ന് ക്രോസ് ചെയ്ത് വെക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാർട്ട് 1 എടുത്ത് നോക്കരുത്. ആ 8 മാർക്കിന് ഒരു കോംപ്രമൈസും ഇല്ല. നമുക്ക് ആകെയുള്ള സമയം എത്രയാണ്? 15 മിനിറ്റ്. ആ 15 മിനിറ്റിനുള്ള 8 മാർക്ക് നിങ്ങൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സാറേ ഈ 15 മിനിറ്റോടെ എങ്ങനെ 8 മാർക്ക് നമ്മൾ ആൻസർ എഴുതി കഴിയാം? അതിനാണ് നമ്മൾ എന്ത് ചെയ്യണം, കൂൾ ഓഫ് ടൈം ഇല്ലേ, കൂൾ ഓഫ് ടൈമിൽ ആ 15 മിനിറ്റില്ലേ, അതിൽ നിങ്ങൾ ജസ്റ്റ് ആൻസർ എന്താവുന്നൊന്ന് ഗസ് ചെയ്യുക. ഉറപ്പില്ലാത്തതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യേണ്ട, അന്നേരം കുറെ സമയം കൂൾ ഓഫ് ടൈമിലാണ് കളയരുത്. കാര്യം കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഈ 15 മിനിറ്റ് ആണ് നമ്മൾ നിർണായക ടൈം. അതിൽ പാർട്ട് 2 നമുക്ക് 3 ക്വസ്റ്റ്യന് അല്ലെ, 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 2 മാർക്ക് വെച്ച് 6 മാർക്കിന് ചോദ്യം ഉണ്ടാവും. നമുക്ക് 15 മിനിറ്റ് ഉള്ളൂ. അതിലൊരു കാര്യമുണ്ട്, അതിലാണ് നമ്മൾ ഗ്രാമർ, റിപ്പോർട്ട് സ്പീച്ച്, ഈഫ് ക്ലോസ്, കോസി ഡിവൈസ്, പോയം ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്ന് സ്കിപ്പ് ചെയ്യാനുണ്ടാവുള്ളൂ. ഇതിൽ ഏത് എഴുതണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇതൊക്കെ എവിടെയാണ്? നമ്മുടെ കൂൾ ഓഫ് ടൈമിലാണ് എന്ന് പറഞ്ഞ് മനസ്സിലാകണോ മക്കളെ? ഏത് എഴുതണം? നമ്മൾ 3 എഴുതണ്ടേ, 4 ഓപ്ഷനിൽ 3 എഴുതണ്ടേ, അത് ഏത് എഴുതണം എന്ന് തീരുമാനിക്കൽ എവിടെയാണ്? നമ്മളെ കൂൾ ഓഫ് ടൈമിലാണ് എന്ന് മനസ്സിലാകണ്ടോ മക്കളെ? അപ്പൊ കൂൾ ഓഫ് ടൈം ആണ് നമ്മളെ വെരി ഇമ്പോർട്ടന്റ് ടൈം. എന്ത് എഴുതണം എന്ന് തീരുമാനിക്കാനുള്ള ടൈമാണ് കൂൾ ഓഫ് ടൈം. അന്നേരം നിങ്ങൾ ആരാന്റെ പുസ്തകത്തിൽ നോക്കിക്കാണ്ട് സമയം കളയരുതെന്ന് ഇവിടെ ശ്രദ്ധിക്കണം എന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. 3 ക്വസ്റ്റ്യനിൽ 2 മാർക്ക് വെച്ചിട്ട് നമ്മൾ ഈ 3 ക്വസ്റ്റ്യനിൽ ഏത് എഴുതും? ചില കുട്ടികൾ റിപ്പോർട്ട് സ്പീച്ച് അറിയില്ലല്ലോ, നിൽക്കണ്ട, ഞാൻ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റിപ്പോർട്ട് സ്പീച്ച് എഴുതി വെക്കുക, 2 മാർക്കാവും. ചിലപ്പോൾ 4 മാർക്കാവും. റിപ്പോർട്ട് സ്പീച്ച് ചിലപ്പോൾ 6 മാർക്കിന് വരെ +1 ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പൊതുവേ ഉള്ളൊരു പാറ്റേൺ ആയി പറയേണ്ടത് കേട്ടോ. ഈ ഫ്ലോസ് 2 മാർക്ക് ഉണ്ടാവും, കോസി ഡിവൈസസ് 2 മാർക്ക് ഉണ്ടാവും, പോയം ലൈൻസ് 2 മാർക്ക് ഉണ്ടാവും. ഏതെങ്കിലും നിങ്ങൾ 3 എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 6 മാർക്ക് കിട്ടും. സമയം നിങ്ങൾ നോക്കണം, 15 മിനിറ്റ് ആണ് അതിന് സമയമുള്ളൂ. അപ്പൊ 15 അരമണിക്കൂർ സമയം കഴിഞ്ഞു. ഇനി 2 മണിക്കൂറേ നമ്മളെടുത്ത് ബാക്കിയുള്ളൂ. അപ്പൊ ഇതിലെ ഈ 2 സെഷൻ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു 10 മിനിറ്റ് കൊണ്ട് തീർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് കൊണ്ട് ഒരിക്കലും
തീരൂല. നിങ്ങൾ നോക്കുകൊണ്ടോ 20 മിനിറ്റ് കൊണ്ട് തീർന്നു കഴിഞ്ഞാൽ ബാക്കി 10 മിനിറ്റ് എക്സ്ട്രാ നമുക്കവിടെ കിട്ടി. പറഞ്ഞ മനസ്സിലാണ്ടോ? അതിന്റെ അങ്ങേപ്പുറത്ത് അപ്പൊ നിങ്ങൾ പാർട്ട് 2 കഴിഞ്ഞാൽ പാർട്ട് 2 എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. സി നമ്മൾ ഓൾറെഡി പാർട്ട് 2 ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇത് എന്തിനാ സാറേ ക്രോസ് ചെയ്യേണ്ടത്? വീണ്ടും വീണ്ടും തിരിഞ്ഞ അതിലേക്ക് ഇങ്ങനെ പൊയ്ക്കാണ്ട് നോക്കിയാണ്ട് സമയം വെറുതെ കളയാണ്ടക്കാനാണ് എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. ദെൻ പാർട്ട് 3 എന്ന് പറയുന്ന സാധനം. സി നോക്ക് പാർട്ട് 3. ഈ പാർട്ട് 3യിലാണ് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉള്ളത്. 20 മാർക്ക് എങ്ങനെയാണ് സാറേ? 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 മാർക്കാണുള്ളത്. അപ്പൊ 5 4 20. അതായത് ഇത് നിങ്ങൾ ഒരു പേജ് ആണെങ്കിൽ, നിങ്ങൾ ആൻസർ ഷീറ്റ് ആണെങ്കിൽ ഇതൊരു പേജ് മാർജിനും വരച്ചാല് നിങ്ങൾ 1 മാർക്കിനാണെങ്കിൽ നമുക്ക് ഈസി ഇങ്ങനെ ഒരു വരിയോ 2 വരിയോ എഴുതിയാൽ മതി. അപ്പൊ 2 മാർക്കിനാണെങ്കിലോ സാറേ, 2 മാർക്കിനാണെങ്കിൽ ചിലപ്പോൾ 2 വരി 3 വരിയൊക്കെ എഴുതേണ്ടി വരും അല്ലെ. എങ്കിൽ 4 മാർക്കിനാണെങ്കിലോ സാറേ 4 മാർക്കിന്റെ പകുതിയിലും എഴുതി വെക്കേണ്ടി വരും. പകുതിയിലും ഈ ഒരു പേപ്പറിന്റെ പകുതിയിലും എഴുതി വെക്കേണ്ടി വരും. അങ്ങനെ പകുതി എഴുതണം, 5 എണ്ണം എഴുതണം എന്ന്. അങ്ങനെ 5 പകുതി എന്ന് പറയുമ്പോൾ അല്ലെ ഒരു പേജിന്റെ 1 2 3 4 അല്ലെ 5. അപ്പൊ 2.5 പേജ് ആൻസർ എഴുതാൻ നിങ്ങൾക്കുള്ള സമയം 35 മിനിറ്റ് സമയമുള്ളൂ. എത്ര മിനിറ്റ്? 35 മിനിറ്റ്. ഇനി മറ്റേടുന്ന ഒരു 10 മിനിറ്റോടെ കിട്ടിയില്ലെങ്കിൽ 45 മിനിറ്റ് ആയിട്ടോ. ശ്രദ്ധിച്ച് കേട്ടോ. ഈ 35 മിനിറ്റിൽ പ്രൊഫൈൽ നിങ്ങൾ എഴുതണം, യെസ് എഴുതണം. നിങ്ങൾക്ക് 5 എണ്ണം എഴുതണം കേട്ടോ. 5 എണ്ണം എഴുതണം കേട്ടോ. സോറി, 5 എണ്ണം എഴുതണം കേട്ടോ. ഈ 5 എണ്ണത്തിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. കൂൾ ഓഫ് ടൈമിൽ പ്രൊഫൈൽ ഉണ്ട്, യെസ് ഉണ്ട്, ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട് അല്ലെ, നെറേറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ ട്രാവലേഴ്സ് എഴുതാനുണ്ടാവും, അല്ലെങ്കിൽ ഇമെയിൽ എഴുതാനുണ്ടാവും, എഗ്രി ഡിസഗ്രി ഡിബേറ്റ് എഴുതാനുണ്ടാവും, എഡിറ്റ് ദ പാസേജ് ഉണ്ടാവും, ക്യാരറ്റ് സ്കെച്ച് ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് 3 എണ്ണം സ്കിപ്പ് ചെയ്യാൻ പറ്റും. എത്ര സ്കിപ്പ് ചെയ്യാൻ പറ്റും? 3 എണ്ണം. സി നിങ്ങൾക്ക് 5 എണ്ണം എഴുതിയാൽ മതി. നമുക്ക് 1 2 3 4 5 6 7 8 8ൽ 3 എണ്ണം കട്ട് ചെയ്താല് ബാക്കി നമ്മൾ 5 എണ്ണം എഴുതണം. ഏത് എഴുതണം നിങ്ങൾ തീരുമാനിക്കണം. ഒബ്വിയസ്ലി എല്ലാവരും പ്രൊഫൈൽ ഒന്ന് എഴുതുന്ന ഉറപ്പാണ് അല്ലേ. ബാക്കി 4 എഴുതി. ഇപ്പൊ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചത് പ്രൊഫൈൽ 8 മാർക്കിനാണ് ചോദിച്ചത്. അങ്ങനെയൊക്കെ ചോദിച്ചത് നമ്മൾ കഴിച്ചില്ലായി അല്ലേ. ഒന്ന് പ്രൊഫൈൽ എഴുതും, പിന്നെ നമ്മൾ ഒരു ഇമെയിൽ എഴുതും. കാര്യം നമ്മൾ കോമൺ ഫോർമായിട്ട് പഠിച്ചിട്ടുണ്ട് ഇമെയിലിന്റെ. അപ്പൊ 2 എണ്ണമായി. ഇനിയും നമുക്ക് എത്ര സെലക്ട് ചെയ്യണം? 3 എണ്ണം സെലക്ട് ചെയ്യണം അല്ലേ. അപ്പൊ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന സാധനം ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 3 എണ്ണമായി അല്ലേ. പിന്നെ നമ്മൾ 2 എണ്ണം ഇതിന് ഏത് സെലക്ട് ചെയ്യണം? എഗ്രി ഡിസഗ്രി എന്ന സാധനം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ക്യാരറ്റ് സ്കെച്ചോ എസ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് 4 5 എണ്ണാക്കി മാറ്റുമ്പോൾ നമുക്ക് എത്ര മിനിറ്റ് മാർക്ക് കിട്ടും? 20 മാർക്ക്. സമയം എത്ര മിനിറ്റ് ഉള്ളു പറ? 35 മിനിറ്റ്. 1 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിപ്പോയി ഞങ്ങൾ കൊടുക്കും. കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ തന്നെ 15 15 30 30 35 പറ. 1 മണിക്കൂറും 5 മിനിറ്റും സമയം കഴിഞ്ഞു. ഇനി നോക്കിക്കോളൂ, നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത് 30 മാർക്ക് കിടക്കുന്നത് എവിടെയെന്നറിയോ? ഈ പാർട്ട് ഏതിലാണ്? ഈ അടുത്ത പാർട്ട് ഇത് അല്ലേ. നമ്മൾ പാർട്ട് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. പാർട്ട് 4 എന്ന് പറയുന്ന ഈ ഒരു 4ലാണ് നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 6 മാർക്ക് വെച്ചിട്ടാണ്. എത്ര മാർക്ക് വെച്ചിട്ടാണ് പറ? 6 മാർക്ക്. അപ്പൊ സാർ 6 മാർക്ക് നമ്മൾ എത്ര എഴുതണം? നിങ്ങൾ എഴുത്തിന് ഡിപ്പെൻഡ് ആട്ടോ. എന്തെങ്കിലും ഒരു ചെറിയ എഴുത്തൊക്കെ ആണെങ്കിൽ ഒരു പേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് ആയി അറിയോ? ഒരു പേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 5 മാർക്ക് കൂട്ടിക്കോ. അടുത്തൊരു പേജിന്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവില്ലേ, ഇത്ര പോർഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇത്രയെങ്കിലും പോർഷൻ എഴുതിക്കുന്ന സമയത്ത് എന്തായി? അത് 6 മാർക്കാവും. അപ്പൊ 8 മാർക്ക് എന്ന് പറയുമ്പോഴോ ഈ പുറം എഴുതാ, അതിന്റെ മറ്റേ പുറം ഉണ്ടാവില്ലേ. സി ഈ ഒരു പേജില്ലേ, ഈ പേജിന്റെ ഈ പുറത്തിന്റെ അപ്പുറം കൂടെ ഉണ്ടാവില്ലേ. അങ്ങനെ എഴുതുന്ന സമയത്ത് ഒരു 8 മാർക്ക് എന്താവും? അത് കൺവേർട്ട് ആവും. നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റുണ്ടോ അല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. 6 മാർക്കിന്റെ 5 എണ്ണം എഴുതണം എന്ന്. അപ്പൊ നിങ്ങൾ ഇനി ഒരു പേജ് തന്നെ നിങ്ങൾ കൂട്ടി നോട്ടിക്കോ. ഒരു പേജ് ഇല്ലേ, നിങ്ങൾ എഴുത്ത് ചെറുതാണെങ്കിൽ ഒരു പേജ്, നിങ്ങൾ എഴുത്ത് വലുതാണെങ്കിൽ ഒരു പേജ് പോരാ, 1.5 പേജെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വേണ്ടി വരും. അങ്ങനെ 1.5 പേജിന്റെ എത്ര എഴുതണം നിങ്ങൾ പറഞ്ഞു പറ? 5 എണ്ണം. അപ്പൊ 1.5 1.5 3 3 6 അല്ലേ, സോറി 1.5 പുറം അല്ലെ ഒരു ആൻസർ, അടുത്ത 1.5 പുറം. അപ്പൊ എത്രയായി? 2 എണ്ണം ലൈറ്റ് ഉള്ളൂ. അങ്ങനത്തെ എത്ര എഴുതണം എന്ന് പറഞ്ഞാൽ 5 എണ്ണം എഴുതണമെന്ന്. ബട്ട് തിങ് ഈസ് ലൈവ് TV റിപ്പോർട്ട് അതിൽ വരും അല്ലേ. അപ്പൊ സാർ ആൾക്ക് അങ്ങനെ എഴുതാൻ അറിയില്ല, എഴുതാനൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ലൈവ് TV റിപ്പോർട്ട്. ഇനി അത്ര അല്ലെങ്കിൽ ഒരു പേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 6 മാർക്കിന് കംപ്ലീറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? അങ്ങനെ ലൈവ് TV റിപ്പോർട്ട്, ക്യാരക്ടർ സ്കെച്ച്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയാണ് പിന്നെ നമ്മൾ സമയം ലാഭിക്കാൻ പറ്റുന്ന സാധനം. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദ്യം ചെയ്ത വേറെ ഓപ്ഷൻ ആയിരുന്നല്ലോ. നെറേറ്റീവ്, ലെറ്റർ ടു എഡിറ്റർ, സിമ്പിൾ ആയിട്ട് തീർക്കാൻ പറ്റുന്ന സാധനങ്ങൾ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, പിന്നെ എക്സ്പ്ലനേഷൻ പാരഗ്രാഫ് അല്ലെങ്കിൽ പോയിന്റ് ആവും. സി നിങ്ങൾക്ക് മനസ്സിലാകാൻ കേട്ടോ, 50 മിനിറ്റേ സമയമുള്ളൂ ഇതിന്. അപ്പൊ നിങ്ങൾ 5 ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ 10 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 1.5 പേജോ അല്ലെങ്കിൽ ഒരു പുറോ എഴുതി വെക്കണം. ആ ഒരു പേജ് നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് എഴുതാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഒന്ന് എഴുതി പഠിച്ചു നോക്കൊണ്ടു. അപ്പൊ നിങ്ങൾ മനസ്സിലാവും ഞാൻ കുടുങ്ങല്ലോ എന്ന്. കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഈ ഫോർമാറ്റ് മാത്രമല്ല, നമ്മൾ അന്നേരം ആലോചിച്ച് ഉണ്ടാക്കും വേണം ഉത്തരം.
ഒന്ന് എഴുതി ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ഈ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇത് രണ്ടെണ്ണം സ്കിപ്പ് ചെയ്യാൻ പറ്റും. ലൈവ് ടി വി റിപ്പോർട്ട് ഒബ്വിയസ്ലി നമ്മൾ എഴുതും അല്ലെ, പിന്നെ നമ്മൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എഴുതും അല്ലെ, അപ്പൊ രണ്ടെണ്ണമായി അല്ലെ, ഒന്നായി രണ്ടായി. പിന്നെ നമ്മൾ ഇതിൽ എഴുതുക ലെറ്റർ ടു എഡിറ്റർ 3ആയി. നമുക്ക് എത്ര എഴുതണം? 5 പിന്നെ 2 നമ്മൾ അല്ലേ നെറേറ്റീവോ അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ക്യാരറ്റ് സ്കെച്ചോ എഴുതി കഴിഞ്ഞാൽ എന്തായി? ബാക്കിയുള്ള ഏതെങ്കിലും ഒരു 3 കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മളെ മാർക്ക് എത്രയായി പറ? 30 മാർക്ക്. സമയം എത്ര മിനിറ്റ് ആണ് പറ? 50 മിനിറ്റ്. ഇനി നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ ആണ് പാർട്ട് 5 എന്ന് പറയുന്നതാണ്. എന്റെ മക്കൾ കേട്ടോളൂ, 16 മാർക്ക് ഇവിടെ കിടക്കേണ്ടത്. വെരി വെരി ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അപ്രീസിയേഷൻ ആണ് നമുക്ക് 8 മാർക്കിനുള്ളത് കേട്ടോ. നമുക്ക് ആകെ സമയമുള്ളത് 25 മിനിറ്റ്. 25 മിനിറ്റിന്റെ പകുതി എന്ന് പറയുമ്പോൾ 12.5 മിനിറ്റ് ആണുള്ളത്. 12.5 മിനിറ്റ്. ഈ 12.5 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പുറം എഴുതണം, അപ്പുറം എഴുതി തീർക്കണം. അപ്പൊ എന്താവും? നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടും. 8 മാർക്ക്. അങ്ങനെ 8 മാർക്ക്, സോറി 6 അല്ല കേട്ടോ, 8 മാർക്കാട്ടോ. 2 ക്വസ്റ്റിന് 8, ഇവിടെ 6 എഴുതി തെറ്റിയാട്ടോ, 8 മാർക്കാട്ടോ. 2 ക്വസ്റ്റിന് 8 മാർക്കിന്റെ 8 പറ 16 മാർക്ക്. 25 മിനിറ്റ് കൊണ്ട് കുട്ടികൾ എഴുതി തീർന്നു കഴിഞ്ഞാല് ശ്രദ്ധിച്ച് കേട്ടോളൂ, അപ്രീസിയേഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സ്പീച്ചാണ് സാധാരണ വരല്. ഈ കഴിഞ്ഞ മോഡലിന് എന്ത് ചെയ്തു? പ്രൊഫൈലിൽ ഒന്ന് കുറച്ച് മാർക്ക് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ദെൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾ വരും, ഏതെങ്കിലും എഴുതി കൊടുക്കുക. ഇതിന്ന് ഒന്നേ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ 25 മിനിറ്റ്. ഇങ്ങനെ എന്റെ കുട്ടികൾ എഴുതി കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ എന്ത് ചെയ്യുന്നവരോ ഒരു 10 മിനിറ്റ് എക്സ്ട്രാ കിട്ടും. ഈ 10 മിനിറ്റ് എക്സ്ട്രാ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ എഴുതിയിൽ ഇപ്പൊ പാർട്ട് 2 ഏതെങ്കിലും ഒന്ന് എഴുതിയിൽ മാർക്ക് കുറയാനൊരു സാധ്യത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാർട്ട് 2 അടുത്തൊരു ഓപ്ഷൻ എടുത്താണ് എന്ത് ചെയ്യുക? എഴുതി വെക്കുക. പറഞ്ഞ മനസ്സിലാണ്ടോ? അല്ലെങ്കിൽ പാർട്ട് 5 നിങ്ങളിപ്പോ പാർട്ട് 4 എഴുതിയില്ലേ അല്ലെ, നമുക്ക് 5 എഴുതാണ്ടല്ലോ അല്ലെ, 5 എഴുതാളിയിൽ 1 എഴുതിയാൽ ചിലപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല. അപ്പൊ അതിൽ കുറച്ച് കൂട്ടി എഴുതി വെക്കുക. അടുത്ത ഓപ്ഷൻ എടുത്താണ് എന്ത് ചെയ്യുക? കുറച്ച് കൂട്ടി എഴുതി വെക്കുക. അപ്പൊ മറ്റൊടുത്ത് കുറവാണെങ്കിൽ എന്ത് ചെയ്യും? അത് ലാസ്റ്റിൽ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തോളൂന്ന്. മനസ്സിലാവുണ്ടോ? നിങ്ങൾ എഴുതിയത് കറക്റ്റ് നമ്പർ ഇട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും എല്ലാത്തിനും ഈ ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ യൂസ് ചെയ്യണം. ഈ 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ടീച്ചേഴ്സ് എക്സ്ട്രാ മിനിറ്റ് തരില്ല. ഇത് പബ്ലിക് എക്സാം ആണ്. കട്ടക്ക് നിങ്ങൾക്ക് നോക്കിക്കോ, ഈ ടൈം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സാമിന്റെ അന്ന് ഇന്ന് നിങ്ങൾ റെഫർ ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കും. സോ ഐ വൈൻഡ് അപ്പ് മൈ ദിസ് സെഷൻ. താങ്ക് യു വെരി മച്ച് മൈ ഡിയർ സ്റ്റുഡൻസ്. ദിസ് ഇസ് മീ യുവർ ഷാഫി സാവ് signing off. Bye bye.